കെണി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞത്, നിങ്ങളെ ഭീഷണിക്കും നമ്മൾ മുഴങ്ങൂല, നമ്മൾ നിങ്ങളെ ഭീഷണിക്ക് മുഴങ്ങൂല, നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുകൊണ്ട് കാവലാക്കൂന്ന മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ അസത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് നിർത്തിവെക്കുന്ന വിചാരിച്ചത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ദീന് ദീനായിട്ട് പറയും. കുറെ തട്ടിപ്പുകാർക്കുള്ളതാണോ ഇസ്ലാം ദീൻ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വേറൊരു ശൈഖ് നമ്മുടെ വടകര SYS ജില്ലാ സമ്മേളനം നടന്നപ്പോ സമ്മേളനത്തിനകത്ത് കുറച്ചപ്പുറത്ത് ചില കുട്ടികൾ നിസ്കരിക്കാൻ പോയി. ഒരു പള്ളിയാന്ന് വിചാരിച്ച് കയറിയതാ. നോക്കുമ്പോ ഒരു ഷെയ്ഖിന്റെ സ്ഥലം, ആസ്ഥാനം. ഷെയ്ഖിന് നിങ്ങൾ പേരോണ്ടാളോ ഇങ്ങ് കയറണ്ടാവും. അതെന്താണ്? അതാ വടകര തങ്ങള് എന്ന് പറയുന്നത്. വടകര തങ്ങള് സുബ്ഹാനല്ലാഹ്. തങ്ങളാട് എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. വലിയ വലിയ തങ്ങന്മാരായിട്ട് വിവാഹം എന്തൊക്കെ ഉണ്ട് ഈ പറഞ്ഞ തങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് ഹക്കായിട്ട് പറയല്ലാതെ ഒരാൾക്ക് വേണ്ടിയും സത്യം മൂടിവെക്കുന്ന പ്രശ്നമില്ല. അയാൾ എന്താ ചെയ്യാന്നറിയോ? അയാൾ വരുന്ന പെണ്ണുങ്ങളൊക്കെ മണത്ത് വിടല, മറ്റേ ആൾ തൊള്ളയിൽ വെച്ചു കൊടുക്കല. അതൊന്ന് വെച്ചു കൊടുത്തവനെ വടകര തങ്ങളെ. ഈ വടകര എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്ന ശൈഖല്ലേ? ഇപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം. അത് ഞാൻ തന്നെ വേറെ പ്രസംഗത്തിൽ കാണിച്ച ക്ലിപ്പിൽ നിന്നാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് ഹറാമ് ഹലാലൊന്നുമില്ല. എന്നിട്ടോ ആളുകളെ പണം പിടുങ്ങാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാലേ എന്താണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാൽ ഇവര് പറഞ്ഞറിയോ? ഇവര് നമ്മളെ ഭീഷണിപ്പെടുത്തുക. എന്താ ഭീഷണി അറിയോ? നമ്മളെ വേങ്ങാട്ട ശൈഖ് ചെയ്ത പണിയറിങ്ങള് മൂപ്പര് CD ഇറക്കി. ആ CD പറയുന്നത്, ഗവൺമെന്റിനോട് ഞാൻ പറയാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേരോണും സമസ്തയാണ് ഉത്തരവാദി, അവരെന്നെ കൊല്ലാൻ നടക്കാണ്. എനിക്ക് ഇയാളെ കൊല്ലണോ? ഈ വയസ്സായ 90 വയസ്സിൽ ഇയാളെ കൊല്ലാൻ നടക്കണോ ഞാൻ? അത് വെച്ചു കൊടുത്തവനെ. ഇനി അഥവാ എനിക്കും എന്റെ ഖലീഫമാർക്കും വല്ല ഭീഷണിയോ വല്ല അബദ്ധമോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നു, ഈ പേരോടും അതിന് തരപ്പെട്ട ആളുമായിരിക്കും എന്റെ പിന്നിൽ. യാതൊരു സംശയമില്ല. അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്തയെ ഈ പേരോടും എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട്. അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ, എനിക്ക് വല്ല അബദ്ധം വന്നിട്ട് മരണപ്പെട്ടാണെങ്കിൽ ഈ കൗമയങ്ങളെ പിടിച്ചോ ഗവൺമെന്റിനോട് ഞാൻ പറയും. ഗവൺമെന്റിനോട് പറയാ എന്ത്? പേരോട് സമസ്യയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളി. ഉള്ളാളും തങ്ങളെയും പേരോട് ഞാൻ വിളിക്കേണ്ടി. മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഉള്ളാളും തങ്ങളും കാന്തപുര സ്ഥാതു പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ. ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഇയാള്